ഹലോ ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി വിഷു നേരുന്നു. പിന്നെ ഞാൻ ഇന്നിവിടെ വിഷു പ്രമാണിച്ച ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കപ്പിനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് കുറച്ച് ചവ്വരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 സ്പൂൺ ചവ്വരി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഒരു കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവലൊന്ന് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത് കേട്ടോ. തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് അവലിടുക. അവലിട്ടിട്ട് അത് ശരിയായി വരുന്നപ്പോൾ ചവ്വരി ഞാൻ വേറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് വേവിക്കാനായിട്ട്. അവൽ കുറുകി വരുമ്പോൾ ഈ ശർക്കരപ്പാനി അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ആ ചവ്വരി എടുത്ത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇച്ചിരി സേമിയ എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് അത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തലപ്പാലെടുത്ത് ഒഴിച്ച് കൊടുക്കാം. 1-ാം പാലെടുത്ത് ഒഴിച്ച് കൊടുക്കുക. ഞങ്ങളിവിടെ തലപ്പാലെന്നാണ് പറയണത് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് 1-ാം പാലെടുത്ത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ശരിയാക്കി എടുക്കുക. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് ചേർക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ